ഈ പൊള്ളുന്ന വെയിലിന് ഇതാ ഒരൊറ്റ ദിവസം മതി ഇതുപോലെ ആക്കി എടുക്കാൻ കേട്ടോ. അതുണ്ടാക്കിയാൽ നമുക്കൊരു 4 മണിയൊക്കെ ആവുമ്പോൾ അടിപൊളിയായിട്ട് ചായക്ക് കൂട്ടുക കേട്ടോ. ഇതിങ്ങനെയല്ല കേട്ടോ കഴിക്കാത്ത 4 മണിയാകുമ്പോൾ ഇന്ന് കുറച്ചെടുത്ത് ഇതുപോലെ വറുത്താൽ ഇതാ നോക്ക് ഇത്രയും ക്രിസ്പിയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഒരു 4 മണി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഇത് വേറെ ഒന്നല്ല. ഇപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോൾ പറയും അയ്യോ എനിക്ക് ഉച്ചക്കലത്തെ ചോറ് വേണ്ടയോ വേണ്ടാന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞോടുമ്പം തന്നെ പഴുതാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പം തന്നെ അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും ചോറ് ബാക്കിയായിട്ടോ ഉച്ചക്കലത്ത് ഊണ് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ അതിന് 4 കപ്പ് ഉണ്ടായിരുന്നു. 2 കപ്പ് മിക്സിയുടെ ജാറിലിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 250 ml വെള്ളം, കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഫൈനായിട്ടുണ്ട് അടിച്ചെടുത്ത് കേട്ടോ. പിന്നെ ഒരു 2 കപ്പും കൂടി ചോറുണ്ടായിന്. അത് ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അടിച്ചെടുത്ത് ഇതിൻ്റെ കൂടെയായിട്ട് മിക്സ് ചെയ്ത്. പിന്നെ അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് കേട്ടോ, അതും കൂടെ അതിലിട്ടു. പിന്നെ അതിലേക്ക് ഇനി വേണ്ടത് എന്താ, നല്ല പോലെ എന്നിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഈ കരിഞ്ജീരകവും നമ്മളിട്ടെല്ലാം. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ പോലെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ. പിന്നെ അതിലേക്ക് ഇടുന്നത് വറുത്ത അരിപ്പൊടിയാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചുവന്ന അരിയാണ് ഉള്ളത്, അതിൻ്റെ പൊടിയാണ് കേട്ടോ. അതിന് കണക്കൊന്നുമില്ല. ഇതിങ്ങനെ കുറച്ച് ഏകദേശം ഇതേപോലത്തെ ഒരു ടൈറ്റാണ് വരെ അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കുക തന്നെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട്. പിന്നെ നമ്മളത് ആ സേവനാഴിയിൽ നിറയ്ക്കുക ഇതുപോലെ. പിന്നെ അതാ ഞാൻ കുറച്ച് വാഴയിലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വേറെ എന്തെങ്കിലും ആക്കി നമുക്ക് എടുക്കാനൊക്കെ പ്രയാസമാണ്. അപ്പം വാഴയിലേക്ക് ഇതുപോലെ നല്ലോണം നല്ല പോലെ പീച്ചിട്ട് ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ച് അതിൽ ഒരു 5-6 മിനിറ്റ് വെച്ചാൽ നല്ല പോലെ അതൊന്നും വെന്ത് കിട്ടും. എന്നിട്ട് അതെല്ലാം എടുത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെക്കുക കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ പറയുക, ഇത് ഉച്ചയ്ക്ക് ശേഷമല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പം നമുക്ക് വെയിൽ കിട്ടൂല. അപ്പോൾ ഇത് രാവിലത്തേക്ക് ചീത്തയായി പോകും. ഫ്രിഡ്ജുള്ളവർക്ക് വേണേൽ ഫ്രിഡ്ജിൽ വെക്കാൻ. ഞാനതൊന്നും ചെയ്തില്ല, ഇതുപോലെ ഒന്ന് ആവിക്കൊള്ളിച്ച്. അപ്പോൾ ഇത് കുറേ കാലത്തേക്ക് ചീത്തയാവില്ല കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം പിന്നെ കുറച്ച് എന്ത് ചെയ്ത് അറിയാം, വലിയ ഹോൾസുള്ള ചില്ലിട്ട് എന്നിട്ട് അത് കൂടെ ഇതുപോലെ പീച്ചെടുത്ത് കേട്ടോ. അതുപോലെ ഒന്ന് ആവിക്കൊള്ളിച്ച് ഒരു 5-6 മിനിറ്റ് ആവിക്കൊള്ളിച്ചപ്പോൾ നല്ല പോലെയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് രാത്രിയായി, വൈകുന്നേരമായിട്ടോ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ആ ആവിക്കൊള്ളിച്ച സാധനം എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് നല്ല പോലെ അടച്ചണ്ട് വെച്ച്, തണുത്തതിന് ശേഷമാണേ ചൂടോടുകൂടി അടച്ചു വെക്കരുത്. എന്നിട്ട് രാവിലെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ എടുത്ത് നല്ലൊരു പായണ്ട് വിരിച്ച് ടെറസിൻ്റെ മേലെ. എന്നിട്ട് അതിലേക്ക് ഓരോന്ന് ഇലയോട് കൂടി തന്നെ ഇട്ട് കേട്ടോ, ഇലയോട് കൂടി ഇട്ട് ഉണക്കിയെടുത്ത്. ഒരു ഉച്ചയായപ്പോൾ തന്നെ നല്ല പോലെ ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഉണങ്ങിയിട്ട്, അത്ര പൊള്ളണ വെയിലല്ലേ ഇപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം അതെടുത്ത് ഇല അങ്ങോട്ട് തിരിച്ചിട്ട്. അപ്പോൾ ഇതാ ഇലയൊക്കെ കണ്ട് ഉണങ്ങി കരിഞ്ഞിന്. പിന്നെ ബാക്ക് സൈഡ് കുറച്ചുകൂടി ഉണങ്ങാണ്ടായിന്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ കണ്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബാക്ക് സൈഡും കൂടി ഇതുപോലെ ഉണക്കിയെടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ എനിക്കിത് നല്ല പോലെ ഉണങ്ങി കിട്ടി. കണ്ടോ നിങ്ങൾ, എന്തൊരു കൗതുകം അത് കാണാൻ തന്നെയല്ലേ. ആ ചുവന്ന അരിയിട്ടിൻ്റെ പൊടി ഇട്ടിട്ടാട്ടോ ഈ നിറം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ള നിറമൊക്കെ ആയി കിട്ടും. നിങ്ങളെ കയ്യിൽ ഏത് അരിയാണ് ഉള്ളത് വെച്ചാൽ അത് ഇട്ടോളൂ അതിൻ്റെ പൊടി. അപ്പം ഞാനതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇതിങ്ങനെയല്ല കഴിക്കുക കേട്ടോ. ഇത് നമുക്ക് അടുപ്പത്ത് വെളിച്ചെണ്ണ വെക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടാകുമ്പം നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ആ സമയത്തേക്ക് എത്ര വേണം അത്രയും ഇട്ടാൽ മതി. പക്ഷെ ഉണ്ടാക്കിയൊരു 3-4 ദിവസം ഒന്നും വെച്ചാലൊന്നും ചീത്തയാവില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഉണ്ടാക്കി തണുത്തിട്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വറുത്തിങ്ങോട്ട് കൂരി. എന്താ മക്കളെ, കടയിൽ നിന്ന് വാങ്ങിയാലൊന്നും നമുക്ക് ഇത്ര പ്യുവറായിട്ടുള്ള സാധനം കിട്ടൂല കേട്ടോ. കണ്ടോ അതിൻ്റെ പൊരിഞ്ഞ് വരണ വരവ് കണ്ടോ നിങ്ങൾ. അപ്പോൾ അതാ ഞാൻ കുറച്ച് എനിക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത്രയും വറുത്ത് കോരി, അത് മതി.
ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് കഴിക്കാനൊക്കെ. അത് ബാക്കിയുള്ളതാണ് കേട്ടോ. ഞാനിത് ഒന്നും ചെയ്തില്ല, ഉണക്കി വെച്ചതാണ്. ഇത് നമുക്ക് എത്ര കാലം, ഒരു 3-4 മാസം വെച്ചാലും ചീത്താവില്ല. ഞാൻ ഇതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, നമുക്ക് പുറത്ത് തന്നെ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വറുത്തെടുത്തു കേട്ടോ. ഓരോരോ സമയത്തിന് ആവശ്യമുള്ള വറുത്തെടുത്താൽ മതി, ബാക്കി അതുപോലെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.